ഓപ്പറേഷൻ സ്കോക്ക്, പെണ്ണ് കേസ്, സ്റ്റോറി ഡയറക്ഷൻ ഫെബിൻ സിദ്ധാർത്ഥ്. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ രശ്മി രാധാകൃഷ്ണനും ഒപ്പം ഫെബിൻ സിദ്ധാർത്ഥും, പിന്നെ കുറേ അഡീഷണൽ സ്ക്രീൻ പ്ലേ എല്ലാം പറഞ്ഞ് കുറേ പേര് വർക്ക് ചെയ്ത സിനിമയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ DOP ഷിനോസ്, എഡിറ്റർ ഷമീർ മുഹമ്മദ്. ഈ പടം അങ്ങനെ ഭയങ്കര ഗിമ്മിക്സുള്ള പടം, ഭയങ്കര ഈസ്തെറ്റിക് സാധനം അങ്ങനെയുള്ള പടമല്ല. ജസ്റ്റ് ആ ഒരു സീൻസ് ക്യാപ്ചർ ചെയ്യുക, അത് മൂഡ് നഷ്ടപ്പെടാതെ കൊണ്ടുപോകുന്നുള്ള പരിപാടിയാണ്. ലേഖടിപ്പിക്കാണ്ട് അത് രണ്ടുപേരും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്കിത് മേനോനാണ് ഇതിൻ്റെ മ്യൂസിക് സൂപ്പർവൈസറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് പോലെ കുറേ പേര് ചേർന്ന് ചെയ്താണെന്ന് തോന്നുന്നു. ഇതിൽ കാതൽ നദി പറഞ്ഞ സോങ് ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ, അത് നൈസ് സോങ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു സോങ്, ഒരുപാട് സോങ്സ് ഇട്ട് വിറപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ ശിവജിത്ത് ചെയ്ത ഡേവിഡ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് കൊടുത്ത സ്കോറൊക്കെ പോട്ടെ, അങ്ങനെ അങ്ങനത്തെ സ്കോർ. പിന്നെ അല്ലാത്ത സ്കിറ്റ് പോലത്തെ പരിപാടിക്ക് അങ്ങനത്തെ സ്കോറും. സൗണ്ട് ഡിസൈൻ കിഷൻ മോഹൻ സപ്ത, അതുപോലെ തന്നെ MR രാജകൃഷ്ണൻ മിക്സിങ്. അതുപോലെ തന്നെ പടത്തിൻ്റെ മൂഡിനനുസരിച്ചിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ സിനിമ കുറേ എപ്പിസോഡ്സായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. ഇതാകെ 1 മണിക്കൂർ 52 മിനിറ്റുള്ളൊരു സിനിമയാണ്. ഇതിൽ കേന്ദ്ര കഥാപാത്രം നിഖില വിമലാണ് ചെയ്തിരിക്കുന്നത്, പിന്നെ രോഹിണി എന്ന് പറഞ്ഞ കഥാപാത്രം. അപ്പോൾ അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾ വേറെ. അപ്പോൾ അത് തന്നെ പോലീസ് സ്റ്റേഷനൊരു എപ്പിസോഡ്, പിന്നെ മൈസൂരിലൊരു എപ്പിസോഡ്, രമേഷ് പിഷാരടിയും മറ്റേ എബിൻ ബിനും വന്നുള്ളൊരു എപ്പിസോഡ്, അജു വർഗീസിൻ്റെ വേറൊരു എപ്പിസോഡ്, പിന്നെ പോലീസ് സ്റ്റേഷനിൽ കുറേ കഥാപാത്രങ്ങളുണ്ട്. അങ്ങനത്തെ ഇതൊരു കാരിക്കേച്ചർ സ്വഭാവമുള്ളൊരു സിനിമയാണ്, അല്ലാതെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് കഥാപാത്രങ്ങൾ വന്ന് ഇങ്ങനെ കയറി ഇറങ്ങിപ്പോകും. അത് തന്നെ നമ്മൾ ഡെയിലി നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ കാണുന്നത്. ഇപ്പോൾ ശ്രീകാന്ത് വെട്ടിയാർ, അജിത് പുന്നാട്, പിന്നെ ജയകൃഷ്ണൻ ശ്രീകുമാർ, അങ്ങനെ കുറേ പേരുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ കാസർഗോഡ് ബെൽറ്റിലുള്ള കുറേ ആൾക്കാർ. പിന്നെ ഇതുകൂടാതെ നിഖില വിമലിനൊപ്പം പ്രധാന കഥാപാത്രം ചെയ്ത ഹക്കീം ഷാ ഇതിൽ നന്നായിട്ടുണ്ട്. പുള്ളി ത്രൂ ഔട്ട് കഥാപാത്രം ഒരു ടിപ്പിക്കൽ പിന്നെ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട്, സ്റ്റേഷൻ HO ആയിട്ടാണ് പുള്ളി വർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതായത് ഈ സിനിമ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ വെച്ചാൽ കാര്യമായിട്ട് ഒന്നുമില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ഇത് വല്ലാതെ ബോറടിച്ചിട്ടില്ല. കാരണം എനിക്ക് ഇവരൊക്കെ വീഡിയോസ് ഇഷ്ടമാണ്. അവരുടെ പരസ്പരം കൈ നിടുന്ന ഡയലോഗ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊടുക്കൽ വാങ്ങൽ പരിപാടികൾ, പിന്നെ ഇർഷാദ് ഉണ്ട്, ഹരിപത്തനവരുണ്ട്, അങ്ങനെ കുറേ പേര്, ഓരോ ആളുകൾ ഓരോ എപ്പിസോഡിൽ വന്നിട്ട് ഇങ്ങനെ വന്നിങ്ങനെ പോവാം. ഇതിങ്ങനെ മാറി കാണിക്കുക. ഒപ്പം പ്രധാന മെയിൻ പ്ലോട്ട് പോകുന്നത് നിഖില വിമലിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിൽ കൂടെ. പിന്നെ ഒരു ഘട്ടത്തിയപ്പോഴും തുടക്കം കുറച്ച് കഴിഞ്ഞപ്പോഴും പിന്നെ ഒരു സസ്പെൻസ് മോഡിലേക്ക് പോവുകയും, ഞാൻ പറഞ്ഞ ശിവജിത്തിൻ്റെ കഥാപാത്രം വരുന്നു സസ്പെൻസ് മോഡിലേക്ക് പോവുകയും, പിന്നെ ഇൻ്റർവലോട് കൂടി പിന്നെ അത് കഴിഞ്ഞ് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നുള്ളതാണ്. പക്ഷേ അതിലൊക്കെ നമുക്ക് യൂഷ്വൽ സസ്പെക്ട്സ് ആണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന പരിപാടികൾ ഒക്കെ തന്നെയാണ്. പിന്നെ ക്ലൈമാക്സ് എനിക്കൊരുമാതിരി ബ്രില്യൻസ് കാണിക്കാൻ വേണ്ടി, അന്ന് ഇങ്ങനെയാണ് സംഭവിച്ചത്, അന്ന് ഇങ്ങനെയായിരുന്നു, ഇത് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തത്, അന്ന് ഇങ്ങനെയായിരുന്നു ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങൾ ഏച്ച് കെട്ടിയ പോലെയാണ് ഫീൽ ചെയ്തിരിക്കുക. എനിക്ക് ഇതിൻ്റെ ആ ഒരു സ്കിറ്റ് പരിപാടി, ഇപ്പം കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം ചെയ്യുന്ന മറ്റേ അഡ്വക്കേറ്റ് ഷുക്കൂർ, പിന്നെ പറയുകയാണെങ്കിൽ കുറേ പേരുണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾ. മറ്റേ ബിഗ് ബോസിലുള്ള ശ്രീരേഖ, പിന്നെ ധനേഷ് കോളിയോട്ട്, പുള്ളി അവയത്തിലും ഉണ്ടായിരുന്നു. പുള്ളിയൊക്കെ നാച്ചുറലായിട്ട് ഈ ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞത് ഇത് കണ്ണൂർ ആ ഭാഗത്ത് നടക്കുന്ന കഥയാണ്. പ്രവീൺ രാജ അത്യാവശ്യം കുറേ സീൻസുള്ള കഥാപാത്രമാണ്. പിന്നെ അഖിൽ കവലിയൂർ, പറയുകയാണെങ്കിൽ കുറേ പേരുണ്ട്. ലാലി PM അഭിനയിച്ചിട്ടുണ്ട് അമ്മയായിട്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷേ ഇവരെല്ലാം കൂടെ അങ്ങനെ സീൻസ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി വന്ന് അജുവൊക്കെ പോലീസ് സ്റ്റേഷനിൻ്റെ അവിടെ തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഒരു കാരിക്കേച്ചർ സ്വഭാവമുള്ള, അല്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ കാര്യം നിരങ്ങാൻ അവിടെ പന്തൽ കെട്ടി താമസിക്കാൻ പറ്റുമൊന്നുമില്ല. പക്ഷെ അതൊക്കെ ഇങ്ങനെ കാണിക്കുക. ശ്രീകാന്ത് വെട്ടിയാരൊക്കെ ഒരു കണ്ടംപററി, ഒരു യൂട്യൂബേഴ്സിൻ്റെ അല്ലെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അങ്ങനെ. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡെയിലി കാണുന്ന സാധനമാണ്. നമ്മൾ നേരിട്ട് സിനിമയിൽ പോയിട്ട്, നേരിട്ടല്ല തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട അതിന് മാത്രമുള്ളൊരു സ്റ്റഫല്ല ഇത്. പിന്നെ ഇതിൻ്റെ വേറെ സാധനം എന്ന് പറയുന്നത് സസ്പെൻസ്, മറ്റേ സാധനം അത് അവസാനം ഞാൻ പറഞ്ഞില്ലേ, ക്ലൈമാക്സ് ഒരു തിരികെ ക്ലൈമാക്സ് പോലെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നിഖില വിമലിൻ്റെ ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് സ്യൂട്ടബിളാണ്. കാരണം അവരുടെ ഒരു സ്ഥായി ഭാവം ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു സാധനത്തിന് പറ്റിയതാണ്. ഹക്കീം ഷായാണ് ശരിക്കും നന്നായിട്ട് ആ ഒരു പെർഫോമൻസ്. ഒരു വിനയ് ഫോർട്ടിന് ടൈലർ മെയ്ഡ് സാധനമാണ്. പക്ഷേ വിനയ് ഫോർട്ടിന് കുറച്ച് മാറി കൈൻഡ് ഓഫ് പരിപാടി തന്നെയാണ് ഹക്കീം ഷാ ചെയ്തിരിക്കുന്നത്. പക്ഷേ പുള്ളിയുടെ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ബാലയൊക്കെ വരുന്നത്, ബാലയൊക്കെ റിയൽ ലൈഫ് ബാല തന്നെ, കല്യാണം ഇങ്ങനെ കഴിക്കുക അങ്ങനെ. അപ്പോൾ ഇത് വളരെ
അതപ്പതിച്ച ഒരു അസഹനീയ സിനിമയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ കാര്യമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സിനിമ